നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് അറിയാനാണ്. മമ്മൂട്ടി പോയിട്ട് 5-5.5 മാസമായി. ഇതുവരെ എന്താണ് സ്ഥിതി, എന്താണ് മമ്മൂട്ടിയുടെ ക്യാൻസർ, എങ്ങനെ മമ്മൂട്ടിക്ക് വന്നു, ക്യാൻസർ ഏത് സ്റ്റേജിൽ മൂപ്പരം നിൽക്കുന്നു, ഇത്രയും ശരീരം നോക്കുന്ന ഇത്രയും ഫിറ്റ്നസ് ആയിട്ടുള്ള മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുക. മമ്മൂട്ടിക്ക് ഇത്രയും നന്നായി ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുന്നു, ശരീരം നോക്കുന്നു, ഇങ്ങനെ ഒരാൾക്ക് ക്യാൻസർ വന്നാൽ ഇനിയിപ്പോൾ സാധാരണ ആൾക്കാരായ നമ്മുടെ കാര്യം ഇനി ചിന്തിക്കാൻ പറ്റുമോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാവരും ബാലൻസ് പോയിരിക്കുക. നമ്മളിനി എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കാണ്ടിരിക്കണം, ഈ ക്യാൻസർ നാളെ നമുക്കും വരുമോ? ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഒരു ക്യാൻസറാണ് നമ്മുടെ മമ്മൂട്ടിക്ക് വന്നു പോകുന്നത്. കുടലിലാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നത്. ഈ കുടലിൽ ക്യാൻസർ വന്നാൽ അത് നമുക്ക് ആരംഭത്തിലെ കണ്ടെത്തിയാൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമുക്കൊരു സർജറിയോ ഓപ്പറേഷനോ കീമോ വരെ ഇല്ലാണ്ട് നമുക്ക് മരുന്നുകൊണ്ട് നമുക്കിതിനെ തുടക്കത്തിലേ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് പിന്നെ നമുക്ക് സുഖമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷേ മമ്മൂട്ടിക്ക് വന്നത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടില്ല, അതിൻ്റെ താഴെ നിൽക്കുമ്പോഴാണ് മമ്മൂട്ടിക്ക് ഒരു നമ്മുടെ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് മൂപ്പരന്ന് നോമ്പ് നോറ്റുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമില്ല, പകൽ പോലും വെള്ളം കുടിക്കാൻ പറ്റില്ല. അത് വന്നോട് കൂടിയിട്ടാണ് മൂപ്പര് ഛർദി തുടങ്ങിയതും ക്ഷീണം തുടങ്ങിയതും ഷൂട്ടിങ്ങിന് നിൽക്കാൻ പറ്റാണ്ടായതും ലൈറ്റ് അടിക്കുമ്പോൾ മൂപ്പർക്ക് ഒരുപാട് തലചിറ്റുന്ന പോലെയൊക്കെ വന്നപ്പോൾ മൂപ്പര് നേരിട്ട് ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് കുടലിൽ ചെറിയൊരു ഗ്രോത്ത് കണ്ടത്. അതപ്പോൾ കണ്ടത് നമ്മുടെ ഭാഗ്യം, മമ്മൂട്ടിയുടെ കുടുംബത്തിൻ്റെ ഭാഗ്യം, മമ്മൂട്ടിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ ഭാഗ്യം. അതാ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്താൻ നിൽക്കണേലും മുമ്പാണ് കണ്ടത്. അതുകൊണ്ട് അത് പിന്നെ നമുക്ക് മമ്മൂട്ടിക്ക് ആ ചികിത്സ അപ്പം മൂപ്പര് ചെന്നൈയിൽ പോയി അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി മൂപ്പര് ചികിത്സ തുടങ്ങി. അതോട് കൂടിയിട്ട് ഇപ്പോൾ എല്ലാ ടെസ്റ്റുകളും ഓക്കെയാണ്. മമ്മൂട്ടിക്ക് അങ്ങനെ രോഗം വന്ന യാതൊരു ലക്ഷണം ഇപ്പോൾ ശരീരത്തിലില്ല, കുടലിലില്ല. ആ കുടലിൽ ക്യാൻസർ കൂടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ആ ഭാഗം സർജറി ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമുക്ക് കീമോ റേഡിയേഷൻ ഇങ്ങനെയുള്ള ചികിത്സകൾ കുറേ നാളായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. കുടലിൽ ക്യാൻസർ ഒരുപാട് ആൾക്കാർക്ക് വരും. പിന്നെ മമ്മൂട്ടിക്ക് എങ്ങനെ വന്നു, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് നമ്മുടെ തലക്കെട്ട്, അതാണ് നമ്മുടെ ചോദ്യം. മമ്മൂട്ടി മദ്യപിക്കില്ല, പൊട്ട സ്വഭാവങ്ങളൊന്നുമില്ല. ഭക്ഷണം തന്നെ മൂപ്പര് വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം കഴിച്ചാൽ 2 ദിവസം മൂപ്പര് പിന്നെ ഡയറ്റാണ്. ഇപ്പോൾ മൂപ്പര് ബീഫും പൊറോട്ടയും കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് കഴിക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് 2 ദിവസം അതിനനുസരിച്ച് ഡയറ്റ് എടുക്കും. ഇപ്പോൾ ചോറുണ്ടാകുന്ന പറഞ്ഞാൽ 2 ദിവസം ചോറുണ്ടാകും, പിന്നെ 2 ദിവസം മൂപ്പര് കഴിക്കില്ല. അതുപോലെ മൂപ്പർക്ക് മട്ടൻ കഴിക്കുന്നത് തോന്നിയാൽ മട്ടൻ കഴിക്കും, പിന്നെ 2 ദിവസം മൂപ്പര് 4 ദിവസം പിന്നെ മട്ടൻ ഒരു മാസം ചിലപ്പോൾ കഴിക്കില്ല. അതാണ് മൂപ്പര് ആവശ്യമുള്ള എല്ലാം കഴിക്കും, പക്ഷേ എല്ലാം ലിമിറ്റാണ്. വലിച്ചു വാരി ഗ്രഹിണിയുള്ള പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ട പോലെ തിന്നൂല്ല. ഇങ്ങനെ അതുപോലെ തന്നെ ജിമ്മെടുക്കും, എക്സസൈസ് ചെയ്യും, വർക്കൗട്ട് ചെയ്യും, സേർട്ട് വലിക്കില്ല. സേർട്ട് വലിയൊക്കെ നിർത്തിയതാണ് കേട്ടോ. ഞാനൊക്കെ അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ മമ്മൂട്ടിനെ കാണുമ്പോൾ മമ്മൂട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗരറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് വലിക്കും മൂപ്പര്. എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് ഇവിടെ തൃശ്ശൂർ ഒരുപാട്, അതുപോലെ ഒരു നോക്ക് കാണാമെന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് കൂടി ഉണ്ടായിരുന്നു. ആ ഒരു നോക്ക് കാണാൻ പടത്തിൻ്റെ ഷൂട്ടിങ് ഇവിടെ കോലടിയിൽ TG രവിയുടെ ഫാക്ടറിയിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അവിടെ മമ്മൂട്ടി, അംബിക, അതുപോലെ തന്നെ ശങ്കർ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഇതിൻ്റെ കമ്പനിയുടെ പുറത്ത് ഒരു സ്ട്രൈക്ക് നടക്കുക. ആ സ്ട്രൈക്കിൽ നമ്മളും അതിലൊരാളാണ്, ഒരു നേതാവായിട്ട് നമ്മളും ചെയ്യുമെന്ന് വിളിക്കുന്നത്. കുറച്ച് സീൻസുകളൊക്കെ ഉണ്ട്. ജയ് വിളിക്കുന്ന ഡയലോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മമ്മൂട്ടിനെ നന്നായിട്ട് അറിയാം. മമ്മൂട്ടി ബീഡി വലിക്കാൻ വെച്ചാൽ ഒരു ബീഡിയിൽ നിന്ന് മറ്റേ ബീഡി വലിക്കും, സിഗരറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിഗരറ്റിൽ നിന്ന് മറ്റേ സിഗരറ്റ് വലിക്കും. അതുമല്ല കയ്യിലില്ലെങ്കിൽ നമ്മുടെ അവിടെ ആരെങ്കിലും കയ്യിൽ സിഗരറ്റ് ഉണ്ടെങ്കിൽ അത് പിടിച്ച് വലിക്കുക. അന്ന് സിഗരറ്റ് വലിക്കുന്നതിന് വലിയ നിബന്ധനകളൊന്നും എവിടെ വേണമെങ്കിലും നിന്ന് വലിക്കാം. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും വലിക്കുന്നതിൻ്റെ പകുതി ഉണ്ടെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് മേടിച്ച് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. സിഗരറ്റ് വലിച്ചുകൊണ്ട് മൂപ്പർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രായാധിക്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആർക്കും തടയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ പ്രായാധിക്യം വരുമ്പോഴാണ് നമ്മുടെ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ശരീരത്തിലുള്ള മറ്റുള്ള അവയവങ്ങൾക്കൊക്കെ ഈ പ്രവർത്തനക്ഷമമായിട്ടുള്ള അവയവങ്ങളൊക്കെ നമുക്ക് പ്രവർത്തനമല്ലാണ്ട് വരും. അപ്പം നമ്മൾക്ക് ഒരുപാട് രോഗങ്ങൾ പെട്ടെന്ന് കയറി വരും. ആ കയറി വരണേൽ പ്രായാധിക്യം കൊണ്ടും ഈ സാധനം കയറി വരാം, സിഗരറ്റ് വലി കൊണ്ടും ഇത് വരാം. പിന്നെ പാരമ്പര്യമായിട്ട് മമ്മൂട്ടിയുടെ വാപ്പയ്ക്കോ വാപ്പയുടെ ബന്ധുക്കാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ രക്തബന്ധമുള്ള ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടും വരാം. പിന്നെ മമ്മൂട്ടി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വരാം. ഭക്ഷണത്തിൽ നിന്ന് വരാമെന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് ഈ ബീഫ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരുപാട് നമ്മളെ ക്യാൻസർ രോഗികളാക്കി മാറ്റുന്നുണ്ട് പലരും. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ഒരു പാക്കറ്റ് ഒരു പ്ലേറ്റ് ബീഫ് മേടിച്ചു. ആ ബീഫ് മേടിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വെവാത്ത എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതുപോലെ തന്നെ 100 രൂപ 150 രൂപ 200 രൂപ കൊടുത്തൊരു പ്ലേറ്റ് മേടിക്കുമ്പോൾ നമ്മളെന്തുണ്ടാവും, എല്ലാം കടിച്ച് മുറിച്ച് നമ്മളങ്ങോട്ട് തിന്നും. ഇത് ചില കഷ്ണങ്ങൾ നമ്മൾ വിചാരിക്കും വായിലിട്ട് കുറേ നേരം കടിച്ച് ഇറക്കിയാലും ആ സാധനം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വേവ് ശരിയായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ പോവും വഴിക്ക് ഏതെങ്കിലും കുടലിലവിടെ ഇത് സ്റ്റോക്കായും. ആ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പിന്നെ അവിടെ കിടന്ന് അവിടെ ഇരുന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം അത് പിന്നെ ഒരു വഴിക്കും പോവില്ല, അത് അവിടെ പറ്റി പിടിച്ചിരിക്കും. അത് ലാസ്റ്റ് അത് ആ ഭാഗത്ത് ഇതുപോലെ ക്യാൻസർ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ബീഫ് കഴിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഈ ബീഫ് എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കാൻ നമുക്ക് നല്ലത്. അത്രയധികം അപകടകാരിയാണ് ഈ ബീഫ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ക്യാൻസർ വരാം എന്ന് പറഞ്ഞാൽ കുടലിൽ ക്യാൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടലിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് വളരെ എല്ലാവർക്കും പലർക്കും വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുമ്പോൾ പ്രായമാകുമ്പോൾ അങ്ങനെയും വരാം. ഇപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. പക്ഷെ മമ്മൂട്ടി എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ സിനിമയിലേക്ക് തിരിച്ചു വരും, എല്ലാം ഓക്കെയാണ്. എന്നാലും ഒന്നും കൂടി ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്നും കൂടി ഒരു സുന്ദര കുട്ടപ്പനായിട്ട് വരാനാണ് മൂപ്പര് കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൂപ്പര് കുറച്ച് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വേണം വേറെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കൂടി ചെയ്യാനുണ്ട് മൂപ്പർക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്യാൻസറുടെ ട്രീറ്റ്മെൻറ്റും മരുന്നൊക്കെ കഴിക്കുന്ന കാരണം മൂപ്പർക്ക് ശരീരത്തിന് വേണ്ടിയുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇന്ന് സുന്ദരനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ഈ കഴുത്ത്, നമ്മുടെ വയസ്സാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കഴുത്തിന് ബാധിക്കുക. അപ്പോൾ ഈ കഴുത്തിൽ ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രായം തോന്നും. അതൊന്ന് സർജറി ചെയ്തിട്ട് അതിനെ ടൈറ്റാക്കണം. അതുപോലെ തന്നെ ഫേസിൽ നമുക്ക് ഈ ചുളിവ് വരും. ശരീരത്തിലെ ചുളിവ് വരുന്നേക്കാളും കൂടുതലും ഫേസിലാണ് വരിക. അപ്പോൾ ആ ഫേസിലെ ചുളിവ് വരുന്നതിന് ഇവിടെയൊക്കെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ടൈറ്റായി നല്ല സെറ്റപ്പ് ആവും. കണ്ടു കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് 73 വയസ്സായ മമ്മൂട്ടിക്ക് ഒരു 35 വയസ്സുള്ള സ്കിന്നായിട്ട് മാറും. അപ്പോൾ ക്യാൻസർ വന്നപ്പോൾ ഈ വക പരിപാടികളൊന്നും മൂപ്പർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങും. പിന്നെ ഇനി ചോദിക്കുന്ന ആൾക്കാരെ ചോദ്യം എന്താ വെച്ചാൽ ഇനി മമ്മൂട്ടിക്ക് ക്യാൻസർ വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടി ഇനി വടന്ന് അങ്ങോട്ട് എല്ലാം ശ്രദ്ധിച്ച് എപ്പോഴും ഒരു ഡോക്ടറും കൊണ്ട് മൂപ്പര് നടക്കുള്ളൂ. ഒരു ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ ആദ്യം ഡോക്ടർ കഴിച്ചതിന് ശേഷം മൂപ്പര് കഴിക്കുള്ളൂ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇനി മമ്മൂട്ടിക്ക് ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ ഇനി മമ്മൂട്ടി മരിക്കുന്ന വരെ മമ്മൂട്ടിക്ക് ക്യാൻസർ വരില്ല. ക്യാൻസർ വന്നിട്ട് മമ്മൂട്ടി മരിക്കില്ല, ആ കാര്യത്തിൽ 100% ഉറപ്പാണ്. നമ്മുടെ ഇന്നസെൻ്റ് പോലെയോ അങ്ങനെ പലരും ആൾക്കാർ ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട്. അതുപോലെ വരില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ഫസ്റ്റ് സ്റ്റേജിലും മുമ്പ് ഇത് കണ്ടുപിടിച്ചോടുകൂടി അതിൻ്റെ ഒരു ഭാഗ്യമുണ്ട്. എല്ലാം പൂർണ്ണമായിട്ട് മൂപ്പരായി നിന്ന് എടുത്ത് മാറ്റി ഇനി എപ്പോഴും ടെസ്റ്റിങ്ങിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. ഇനി വാരി വലിച്ച് സിനിമകളിൽ അഭിനയിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോരെ നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാറിനെ ഇനിയും വളരെയധികം സിനിമകളിലും നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഇപ്പോൾ പണ്ടത്തേക്കാൾ 73 വയസ്സായാലും നമുക്കൊരു 45 വയസ്സുകാരനായിട്ട് ഇനി നമുക്ക് കാണാം. അങ്ങനെ കാണണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.